പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്ന് കേട്ടോളി. അല്പസമയം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഇനിയും വരാൻ പോകുന്ന വലിയ വലിയ വിപത്തുകളൊക്കെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ഈ പറയുന്നതിലൊന്ന് അല്പ ശ്രദ്ധ പാലിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് തന്നെ നാശമായിരിക്കും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബികളോട് വിളിച്ചു പറയുന്ന ഒരു പ്രഭാഷണമുണ്ട്. വൈലുൽ ലിൽ അറബി വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബാ. ഏ അറബികളെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളെ ഒരാപത്തിതാ പിടികൂടാൻ പോവുകയാണ്. ആപത്ത് വരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് താക്കീത് ചെയ്യാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. നിബിധങ്ങളെല്ലാം പറയാത്ത ഒന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇന്നിവിടെ നടന്ന സംഭവം മുഴുവനും ഹദീസിന്റെ ഖുർആനിന്റെ വീക്ഷണത്തിൽ പരിശോധിച്ചാൽ കാണാം. ഇവിടുത്തെ വെള്ളപ്പൊക്കം, ഇവിടെ നടക്കാൻ പോകുന്നു, ഇനി വരാൻ എല്ലാം ഉണ്ട്. ഡാമിന് ഷട്ടർ മുക്കിയത് എല്ലാം ഖുർആനിലുണ്ട്. എന്റെ വിഷയം അതൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. നമ്മളിപ്പോഴും അഹങ്കാരവും തമ്മാടിത്തരവുമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഹദീസ് കേൾക്കുന്നത് നല്ലതായിരിക്കും. റെഡ് അലർട്ട് എന്ന് പറഞ്ഞൊരു സാധനം അറിയാലോ? റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അല്ലേ? എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. പുഴ നിറയാൻ പോകുന്നുണ്ട്, ഭൂമി കുലുങ്ങാൻ പോകുന്നുണ്ട്, ഡാം പൊട്ടാൻ സാധ്യതയുണ്ട്, ഡാമിന്റെ ഷട്ടർ ഉയർത്താൻ പോവുകയാണ്, വെള്ളപ്പൊക്കത്താൽ നിങ്ങൾ നശിച്ചു പോകും, കൃഷി നശിക്കും, മാനഹാനി സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റെഡ് അലർട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നു കേരളത്തിൽ പല ഭാഗങ്ങളിലും. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ ജില്ലയിലും അവിടെ ഇവിടെയൊക്കെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതൊക്കെ പിൻവലിക്കുകയും ചെയ്തു. എന്തുമാകട്ടെ, ഇത് ഇന്നലകളിൽ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച റെഡ് അലർട്ടാണ്. എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയോ? ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് അറിയാത്തത്. വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ സൂറത്തുൽ ഹദീദ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നമ്മളോട്. പക്ഷെ നമുക്കത് മറന്നുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ് മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. പരിശുദ്ധമായ ഖുർആനിന്റെ റെഡ് അലർട്ടാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാ. ആ പരിശുദ്ധ ഖുർആൻ ഓർക്കണേ, പഠിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ദാസന്മാരെ, ദാസികളെ, ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ച്, ശാരീരികമായി മാനസികമായി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വേദനകളെ കുറിച്ച് ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ, നേരത്തെ തന്നെ കാലേ കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഇതാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചു. ഭൂമിയിലുള്ളപ്പോൾ ഉണ്ടാകും. നിങ്ങളുടെ വീട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. നിങ്ങളുടെ മേലേക്ക് മല ഇടിഞ്ഞു വീഴും. നിങ്ങളെ വെള്ളം മുക്കി കൊന്നുകളയും. നിങ്ങൾ പട്ടിണിയിലാകും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എന്തിന് നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ, സംഭവിച്ചതിൽ ഖേദിക്കാതിരിക്കാൻ, അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ അല്ലാഹു നേരത്തെ ഒരു റെഡ് അലർട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ. ലികൈലാ തസവല മാ ഫാതകും വലാ തഫ്റഹൂ ബിമാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദമിന്റെ മക്കളെ നിങ്ങൾക്കിതാ ഞാൻ ഒരു താക്കീത് നൽകുന്നത്. വർഷങ്ങളായി ഗൾഫിൽ പണിയെടുത്ത് കെട്ടിപ്പൊക്കിയ വീടിതാ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്. ഭൂമി കുലുക്കത്തിൽ നശിച്ചു പോവുകയാണ്. ഭൂകമ്പത്തിൽ തകർന്നു പോവുകയാ. തന്റെ മക്കളും തന്റെ
സമ്പാദ്യവുമെല്ലാം വെള്ളമിതാ നശിപ്പിച്ചു കളയുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങളെ ഖേദിക്കരുതേ, നിങ്ങളെ ദുഃഖിക്കരുതേ. കോടികൾ അല്ലാഹു നൽകിയില്ലേ, കൈ നിറയെ സമ്പത്ത് അല്ലാഹു നൽകിയില്ലേ, കോൺക്രീറ്റ് സൗധങ്ങൾ നൽകിയില്ലേ, അമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങൾ അല്ലാഹു നൽകിയില്ലേ, ആഡംബര വാഹനങ്ങൾ നൽകിയില്ലേ. ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആഹ്ലാദിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആനന്ദ തിമിർത്തിൽ അടരാടാതിരിക്കാൻ വേണ്ടിയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് താക്കീത് നൽകുന്നത്. നിനക്ക് തന്ന സമ്പാദ്യം കൊണ്ട് നീ അഹങ്കരിക്കരുതേ, ആഹ്ലാദിക്കരുതേ. നിങ്ങൾക്ക് നാം തന്നതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല. സുഖിച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അതാണ് ഖുർആൻ, അതാണ് റെഡ് അലർട്ട്. നമ്മുടെ റെഡ് അലർട്ട് അതാണ്. കൂടുതൽ സുഖിച്ചാൽ ഞാൻ പാഠം പഠിപ്പിക്കും. നീ പൊട്ടിക്കുന്ന പടക്കം കൊണ്ട് തന്നെ നിന്നെ ഞാൻ പൊട്ടിക്കും. അള്ളാഹുവിന്റെ വാക്കാ. ഞാൻ ഹദീസ് ഓതി ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ കേട്ടോ. അള്ളാഹ് കേൾക്കാൻ തോഫീക്കരട്ടെ. എന്റെ വാക്കൊന്നും ഞാൻ പറയില്ല, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഞാൻ പറയുള്ളൂ, അള്ളാന്റെ റസൂലിന്റെ വാക്ക് ഞാൻ പറയുള്ളൂ. മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ. സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോൾ സലാത്ത് കൊണ്ട് നമുക്ക് മുഖരിതമാകണം. അള്ളാഹു അതിന്റെ ബർക്കത്തുണ്ട് നാശങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ പാവങ്ങൾ പുറത്തു തരട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറഞ്ഞത്, വൈലുൽ ലിൽ അറബ്, അറബികൾക്ക് നാശം. അറബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ അതാണല്ലോ. ഹദീസുകളും ആയത്തുകളും മനസ്സിലാക്കുന്ന ഹബീബിന റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് അറബികൾക്ക് നാശമെന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മിൻ ഫത്ഹി റദ്മി യഅജൂജ വമഅജൂജ്. യഅജൂജ് മഅജൂജിന്റെ സംരക്ഷണ ഭിത്തി, അതായത് യഅജൂജ് മഅജൂജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. യഅജൂജ് മഅജൂജിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റൂല ഇപ്പൊ, അതിനു വേണ്ടി സമയം കുറെ എടുക്കും. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കണ്ടേ, പെട്ടെന്ന് തീർക്കുകയും വേണം. കൂടുതൽ നീട്ടിപ്പിടിച്ച് പ്രസംഗിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. 11 മണിക്കകത്ത് തടി സലാമത്താക്കി പുറക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ, യഅജൂജ് മഅജൂജ് മനുഷ്യരെയും കൊല്ലും, നാടിനെ നശിപ്പിക്കും, കൃഷികൾ നശിപ്പിക്കും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് യഅജൂജ് മഅജൂജ്. ആ യഅജൂജ് മഅജൂജിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ അന്നത്തെ കാലഘട്ടത്തിൽ ദുൽഖർനൈൻ രാജാവ് കെട്ടിക്കൊടുത്ത വലിയ ഇരുമ്പിന്റെ മതിലുണ്ട്. യഅജൂജ് മഅജൂജ് അതിനപ്പുറത്താണ്. ആ മതിൽ പൊളിച്ചിട്ട് ഒരു സമയത്ത് വരും. അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കുറേശ്ശെ കുറേശ്ശെ ആ മതിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് യഅജൂജ് മഅജൂജ്. അതിങ്ങനെ മാന്തി പറിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൈ ഉയർത്തിപ്പിടിച്ചു. ചൂണ്ടാണി വിരലും തള്ളവിരലും ഈ വൃത്താകൃതിയിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ സഹാബ, ഇത്രത്തോളം ഇതാ യഅജൂജ് മഅജൂജിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ വീണിരിക്കുകയാണ് സഹാബ. ആ വിള്ളൽ ഭിത്തി തകർത്തുകൊണ്ട് വലിയ ഒരു ശത്രുത നിങ്ങളിലേക്ക് പാഞ്ഞെടുക്കാൻ സമയം അടുത്തിരിക്കുന്നു സഹാബ. അന്ന് ഈ സമൂഹം മുഴുവനും തകർന്നു പോകും, നശിച്ചു പോകും സഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത്, എല്ലാം നശിച്ചു പോകുന്നു. ഭയങ്കരമായ ഷർറല്ലേ? അതിന്റെ ഷർറുകളാണ് പല പല ഭാഗത്തുനിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കങ്ങളോട് നമ്മളെ കാണിച്ച് പേടിപ്പിക്കുന്നത്. വെറുതെ ഒന്നുമല്ല, എല്ലാത്തിനും കാരണങ്ങൾ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ശിക്ഷ വരുമോ? അങ്ങനെ ശിക്ഷ വരുമോ? ഞങ്ങൾ തകർന്നു പോകുമോ നബിയെ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അനുഹ്ലകു വഫീന സാലിഹൂൻ. മലപ്പുറത്തുകാർക്ക് ഒരുപാട് ആലിമീങ്ങളില്ലേ, ഒരുപാട് പണ്ഡിതന്മാരില്ലേ, ഒരുപാട് ദീനിന്റെ സ്ഥാപനങ്ങളില്ലേ, ഒരുപാട് മഹാന്മാരുടെ മക്ബറകളില്ലേ, ഒരുപാട്
ഒരുപാട് സാലിഹ്യങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അതേപോലെ തന്നെയാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, സാലിഹ്യങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ ഈ നാടിനെ അല്ലാഹു ശിക്ഷകളെ കൊണ്ട് പരീക്ഷിക്കുമോ ഹബീബേ? ഭൂമികുലുക്കങ്ങളെ കൊണ്ടും ഭൂകമ്പങ്ങളെ കൊണ്ടും ജലപ്രളയത്തെ കൊണ്ടും ഉരുൾപൊട്ടലിനെ കൊണ്ടും അല്ലാഹു നമ്മുടെ നാടിനെ പരീക്ഷിക്കുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, നഅം യാ സൈനബു, സൈനബേ, അത് സാധ്യമാകും സൈനബേ. ഇദാ കസുറൽ ഖബസു, ഖബസ് അധികരിച്ചാൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും സൈനബേ. ശേഷം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, വൽ ഖബസു യാ ഇബാദല്ലാഹ്, എന്താണ് ഖബസ് എന്നറിയുമോ സഹാബ? എന്താണ് ഖബസ് എന്നറിയുമോ സഹാബ? കുല്ലു മഅസിയാ വസിയല്ലാഹു ബിഹാ ഫിൽ ബഹരി ഔ ഫിൽ ബിലാദി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ, കടലിലും കരയിലും രാത്രിയും പകലിലുമായി എന്റെ സമൂഹം ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങളും അനാശാസ്യ പ്രവൃത്തികളുടെയും കാരണമായി ഏത് മഹാന്മാരും ആ നാട്ടിൽ ജീവിച്ചിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതെ ഇരിക്കുകയില്ല സൈനബേ. പറഞ്ഞ മനസ്സിലായോ? ഔലിയാക്കൾ ഉണ്ടാകട്ടെ, മഹാന്മാരുണ്ടാകട്ടെ, സാലിഹ്യങ്ങൾ ഉണ്ടാകട്ടെ, ആരുണ്ടായാലും നമ്മുടെ സമുദായം പിഴച്ചുപോയാൽ, അഹങ്കാരികളായാൽ, തെമ്മാടികളായാൽ, പടക്കം പൊട്ടിച്ച് കല്യാണത്തിന് പേക്കൂത്ത് കാണിക്കാൻ തയ്യാറായാൽ, ഡാൻസും ഡിജെയ്ക്കും തയ്യാറായാൽ, ഗാനമേള ഒപ്പനയ്ക്ക് തയ്യാറായാൽ അള്ളാഹുവിന്റെ ശിക്ഷ ആ നാട്ടിൽ ഔലിയാക്കൾ ഉണ്ടായാലും. മഹാനായ ഖുത്ബുസ്സമാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ മണ്ണാണ്, ഈ പരിപാടി, ഈ സമ്മേളന നഗരി ആ മഹാനുഭാവന്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ ഖുത്ബുസ്സമാൻ ഇന്ന് ഈ കാലത്ത് ജീവിച്ചിരുന്നാലും തോന്നിയ മാസം കൂടിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു റസൂൽ പറഞ്ഞതാണ്. തോന്നിയ മാസം കൂടിയാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്, അവിടെ ശിക്ഷ ഇറങ്ങും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ശിക്ഷ ഇറങ്ങൂല എന്ന് പേടിക്കണ്ട, ശിക്ഷ ഇറങ്ങൂല എന്ന് സന്തോഷിക്കണ്ട. ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇറങ്ങാനുള്ള കാരണം എന്തേ? ഇറങ്ങാനുള്ള കാരണം എന്തേ? അത് പഠിക്കുക. ഹദീസ് പറഞ്ഞ വാക്കാണ്, ഖുർആന്റെ വാക്കാണ്. ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ അലാ ശുർബിൻ വതുഅമിൻ വലഹുബിൻ വലഅബിൻ. എന്റെ ഉമ്മത്തുകൾ, എന്റെ സമുദായം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തിന്നും കുടിച്ചും കളിച്ചും രസിച്ചുമാണ് അവർ ഉറങ്ങുക. നല്ലപോലെ ശ്രദ്ധിക്കണം. ഹദീസ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഈ 4 മണി നമ്മൾ എടുക്കാറുണ്ട്. ഒന്ന് തിന്നുക, കുടിക്കുക. 12 മണിയായാലും 1 മണിയായാലും അൽഫഹമും ഷവായയും ഷവർമയും തീരൂല. തിന്നോ, തീർക്കോ. 12 മണിക്കും 1 മണിക്കും കബ്സ, മട്ടൻ കബ്സ, ചിക്കൻ കബ്സ, ഇത് തിന്നിട്ട് ഇങ്ങനെ മട്ടനും കുട്ടനും തിന്ന് 12, 11, 1 മണി, 2 മണി വരെ കടകൾ നോക്കിയാൽ തീറ്റിയോടെ തീറ്റിയാണ്. ചെറുപ്പക്കാരും പിള്ളേരെല്ലാം കുട്ടികളൊക്കെ പോയിരുന്ന് തിന്നുന്നത് കാണാം രാത്രി 12 മണിക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലാലഹുബിൻ വലഅബിൻ, കളിയിലും ചിരിയിലുമാണ് അവർ ഉറങ്ങുക. അല്ലേ? ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, വാട്സപ്പ് കളി, ഫേസ്ബുക്ക് കളി, അല്ലാത്ത കളി. ഈ കളിയല്ല രാത്രി 3 മണി വരെ, 4 മണി വരെ. ലാസ്റ്റ് സീൻ നോക്ക്, ലാസ്റ്റ് സീൻ നോക്ക്. 12:50, 1:50, 2:50, 2:11, 3:11, ലാസ്റ്റ് സീൻ നോക്ക്, പരിശോധിച്ച് നോക്ക്. രാത്രി ഉറങ്ങുന്നത് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങുന്നത് കളിയിലും ചിരിയിലും തീറ്റിയിലും കുടിയിലാണ്. നേരം വെളുക്കുമ്പോ അത് മുസിഹോ രാവിലെയാകുമ്പോ അവരുടെ കോലം മറിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് കോലം മറിക്കപ്പെടുക? നബി തങ്ങൾ പറഞ്ഞ വാക്കാട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കണം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റവാഹുൽ ബൈഹഖി. നല്ലപോലെ ശ്രദ്ധിച്ചോ. അബൂബക്കറിന്റെ വാക്കല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. നല്ലപോലെ ശ്രദ്ധിച്ചു.
എന്താ ഹബീബായ തങ്ങൾ പറഞ്ഞത്? നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കല്ലേ, നല്ലപോലെ കേൾക്ക്. കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ദൂരെ നിന്ന് മോശൻ റോഡിൽ വന്ന വഴവ, എന്താ വരവ്. 10 മണിക്കൂർ വാള് പറയാൻ പ്രശ്നമില്ല, പക്ഷേ യാത്ര വളരെ ദുരിതം. റോഡൊക്കെ പോയി കുഴിയിൽ കുണ്ടിൽ വീണ്. അല്ലാഹു അക്ബർ. ഭയങ്കര ത്യാഗമാണ്. ആ ത്യാഗം സഹിച്ച് വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളത് അങ്ങോട്ടും ഇവിടെ നടന്ന് വേസ്റ്റാക്കല്ലേ. ഹദീസ് കേട്ടോളി, നല്ലപോലെ മനസ്സിലാക്കുക. കളിയും ചിരിയൊക്കെ ഇനി വേണോ വേണ്ടെന്ന് തീരുമാനിച്ചു. പടക്കം പൊട്ടിക്കണമെന്ന് തീരുമാനിച്ചു. കല്യാണത്തിന് DJയും ഡാൻസും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഹദീസ് കേട്ടിട്ട് തീരുമാനിച്ചു. എൻ്റെ വാക്കൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യമില്ലാത്ത ഹദീസും പറയില്ല. എല്ലാ സഹീഹായതും നല്ല ഹദീസുമാണ്. ഏത് ആലിമിങ്ങൾക്ക് സംശയമുണ്ട് ധൈര്യമായിട്ട് ചോദിച്ചോ, പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ല പേടിപ്പിച്ചിട്ട് ഒളിച്ചോടി പോകുന്ന പരിപാടിയൊന്നും ലയിപ്പി കറക്റ്റ് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതാ ഞാൻ എൻ്റെ റിവായത്തടക്കം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. റിവായത്തടക്കം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനാണ്. വെറുതെ കള്ള ഹദീസും കെട്ടിച്ചമച്ച ഹദീസും ഒക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് മലപ്പുറത്താരെ പേടിപ്പിച്ചിട്ട് പറഞ്ഞില്ല. നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഞാനാണ്. ഒരു ഹദീസ് ആവശ്യമില്ലാത്ത പറഞ്ഞാൽ ആഖിറത്തിൽ പിടിച്ചു നിർത്തും അല്ലാഹു തആല. കവളിൽ തീ വെച്ചിട്ട് വലിയ തീൻ്റെ നരകത്തിൻ്റെ വലിയ കൊളുത്തിട്ട് പിടിക്കും. ഷെയ്ത്താനെ, നീ ആവശ്യമില്ലാത്ത ഹദീസ് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചു ഹമുക്ക് എന്ന് പറഞ്ഞിട്ട് നാളെ എന്നെ തന്നെ പിടിക്കും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് പറയുന്ന ഹദീസ് അത് യാഥാർത്ഥ്യമാണെന്ന് നല്ല രീതിയിൽ ഞാൻ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുള്ളൂ. ബോധ്യപ്പെട്ടതിന് ശേഷം അല്ല, ഞാൻ അങ്ങനെ പറയൂല കേട്ടോ. അതുകൊണ്ട് ഹദീസ് നല്ലപോലെ കേൾക്കും. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി കുറേ ഹദീസുകൾ ഗവേഷണം ചെയ്തപ്പോൾ കണ്ടെത്തിയ ചില ഹദീസുകളാണ്. എന്തുകൊണ്ടാണ് ഈ അബദ്ധങ്ങളും ഈ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്? ഈ റെഡ് അലർട്ട് അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. അത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരുന്നത്. അത് കേൾക്കണം, പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം. നേരം വെളുക്കുമ്പോൾ ചില ആളുകളുടെ കോലം മറിക്കപ്പെടും. കോലം മറിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ പന്നികളാക്കും, അവരെ കുരങ്ങന്മാക്കും. പക്ഷേ ദുനിയാവിൽ വെച്ച് കോലം മറിക്കല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരി തന്നെയാണ്. പക്ഷേ ആ കോലത്തിലല്ല, പന്നിയുടെയും കുരങ്ങന്റെയും കോലത്തിൽ മറിക്കൂല, പക്ഷെ വികൃത രൂപമാക്കി കളയും. വികൃത രൂപമാക്കും. എങ്ങനെ? ഹദീസ് പറയുന്നുണ്ട്, ഹത്താ യുസ്ബിഹന്നാസ് ഫയഖൂലൂൻ. രാത്രി 12 മണിക്ക് ഫോണിലൂടെ സംസാരിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം, ഗുഡ് ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ അവരുമായി ചാറ്റ് ചെയ്തിട്ട് ഉറങ്ങിയവരാ. നേരം വെളുത്തപ്പോ ഫോണിൽ വിളിക്കുമ്പോ അങ്ങനെ ഒരു ലൈന് കിട്ടാനേ ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചൊരു അഡ്രസ്സേ ഇല്ല, അങ്ങനെ ഒരു വീട് പോലും അവിടെ കാണാനില്ല. അവര് രാവിലെ ചായ കുടിക്കാൻ പീടികയിലേക്ക് വരുമ്പോൾ അവര് പറയുകയാണ്, ഖുസിഫൽ ലൈലത ബിബനി ഫുലാൻ, ഖുസിഫൽ ലൈലത ബിദാരി ഫുലാൻ. അറിഞ്ഞോ സംഭവം? സുലൈമാൻക്കാരന്റെ പറയും വീടും എല്ലാം ഭൂമിയിൽ തന്നുപോയി. നിങ്ങൾ അറിഞ്ഞോ സംഭവം? ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചതാണ്. 12:50 അവരോട് സംസാരിച്ചാണ്. 3 മണിക്ക് ഉരുൾപൊട്ടി, അവരുടെ വീട് താണുപോയി, അവരുടെ വീട് ഒഴുകിപ്പോയി, അവരുടെ വീട് തകർന്നുപോയി. രാവിലെ ആളുകൾ പറയുന്ന വാക്കാണെന്ന് നബി തങ്ങൾ പറയാണ്. ശരിയല്ല? അങ്ങനല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ ഇവിടെ പറഞ്ഞത് ആളുകൾ രാവിലെ? പഠിച്ചവൻ, നിങ്ങൾ അറിഞ്ഞോ? അടിമാലിൽ ഇന്ന വീട് താന്നുപോയി, അടിമാലിൽ ഇന്ന വീട് തകർന്നുപോയി, ഇന്ന വീട് ഭൂമിയിലായി, അവിടെ ഉരുൾപൊട്ടി, ഇവിടെ ഉരുൾപൊട്ടി, അവരൊക്കെ ഒലിച്ചുപോയി. ഇതൊക്കെ രാവിലെയാ പറഞ്ഞത്, രാത്രിയല്ല. രാത്രി നമ്മൾ ഫോണിലൂടെ സംസാരിച്ച് കിടന്നവർ നേരം വെളുത്തപ്പോ നമ്മൾ പറഞ്ഞ വാക്കാണിത്. ഫയുസ്ബിഹുന്നാസ്, ജനങ്ങൾ നേരം വെളുത്തപ്പോ ഹത്താ യുസ്ബിഹ ഫയഖൂലൂൻ, അവർ പറയാൻ തുടങ്ങി, ഖുസിഫൽ ലൈലത ബിദാരി ഫുലാൻ, ഖുസിഫൽ ലൈലത ബിബനി ഫുലാൻ. ഇന്ന കുടുംബം, ഇന്ന വ്യക്തി, ഇന്ന സഹോദരൻ, ഇന്ന സഹോദരി, ഇന്ന വീട്ടുകാർ, അവരെയും കൊണ്ട് ഭൂമി പോയി, ഉരുൾപൊട്ടി, അവരൊഴുകിപ്പോയി, അവർ വെള്ളപ്പാച്ചിലിൽ പോയി. പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാ. പറഞ്ഞില്ലേ? നമ്മളൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇവരൊഴുകിപ്പോയി, ഇവരൊഴുകിപ്പോയി, അവരൊഴുകിപ്പോയി, ഇവരൊഴുകിപ്പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ട പറയുകയാണ്, വല തുർസിലന്നല്ലാഹു അലൈഹിം അർരീഹൽ ഹഖീം. അവരിലേക്ക് ഒരു ആവശ്യവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത കൊടുങ്കാറ്റാണ് അല്ലാഹു അടിപ്പിക്കുക. ആ കാറ്റിന് നമ്മൾ പല പേരുകളും പറയാം. തെത്ലി കാറ്റെന്ന് പറയാം, ലുബാൻ കാറ്റെന്ന് പറയാം, കത്രീന കാറ്റെന്ന് പറയാം, ചുഴലിക്കാറ്റെന്ന് പറയാം, കൊടുങ്കാറ്റെന്ന് പറയാം. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, വലതുർസിലന്നല്ലാഹു അലൈഹിം അർരീഹൽ ഹഖീം. അവർക്കൊരു ഗുണവുമില്ലാത്ത കാറ്റാണ് അവരുടെ മേലേക്ക് അടിക്കുക. അങ്ങനെ അവരുടെ വീടുകൾ നശിച്ചു പോകും, അവരുടെ വീടുകൾ തകർന്നു പോകും, അവരുടെ വടവൃക്ഷങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ഏത് സമൂഹത്തിന്റെ മേലേക്ക് അയച്ചതുപോലെ, ആദ് ഗോത്രത്തിന്റെ മേലേക്ക് അല്ലാഹു അയച്ചതുപോലെ, ലൂത്ത് നബിയുടെ സമുദായത്തെ തകർത്തതുപോലെ, ഈ അഹങ്കാരികളായ സമൂഹത്തെ അല്ലാഹു ഇതുപോലുള്ള ശിക്ഷകൾ കൊണ്ട്
തകർക്കുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിന്റെ പേരിലാണ് ഈ ഭൂമുഖലിക്കങ്ങളും ഈ വെള്ളപ്പൊക്കവും ഈ ഉരുൾപൊട്ടലും സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് 5 കാരണങ്ങളാണ്. 5 കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതിന്റെ കാരണം ഞാനൊന്നും അല്ല പറയുന്നട്ടോ. 1, ബിശുർബിഹിം അൽ ഖംറാ, കഞ്ചാവ്, തമ്പാക്കു, മദ്യം അമിതമായി ഉപയോഗിക്കുന്ന ഒരു കാലം വരും. അധികമായി നമ്മുടെ കൊച്ചുകുട്ടികളിൽ നിന്നും ഉപയോഗിക്കുന്ന മൊത്തം എന്താ ഈ സാധനം? ഈ ചെറിയ ചെറിയ പൊടി വായിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ കൊച്ചുകുട്ടികൾ മുഴുവനും കഞ്ചാവിന് അഡിക്റ്റാണ്. മദ്രസയിൽ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ട് വരുന്നു. ഞാൻ അടുത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയാണ്, മദ്രസയിലെ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ട് വരും. മദ്രസയിൽ നഊദു ബില്ലാഹ് കാക്കട്ടെ. നമ്മുടെ മക്കൾ കഞ്ചാവിന് അഡിക്റ്റാണ്. ചെറുപ്പക്കാർ കഞ്ചാവിന് അഡിക്റ്റാണ്. നമ്മുടെ മക്കൾ മുഴുവനും ഇന്ന് കഞ്ചാവിന് അഡിക്റ്റായി പോയി. മുസ്ലിം ഉമ്മത്ത് ഫ്രീക്കന്മാരായി പോയി. അള്ളാഹ് കാക്കട്ടെ. അവന്റെ മുടിയും അവന്റെ കോലം, അവന്റെ മുഖത്തിന്റെ ഈമാനൊക്കെ പവർ കുറഞ്ഞു പോയി. 18 വയസ്സ് 20 വയസ്സ് കൂടുതൽ ജീവിക്കൂല. 30-35 ആകുമ്പോൾ അടിച്ചു പോകും. ഉറപ്പാണ്, അടിച്ചു പോകും. പിന്നെ അവനെ ജീവിക്കാൻ പറ്റൂല, അള്ളാഹയെ മനസ്സിലാക്കാൻ പറ്റൂല. ദുനിയാവ് നഷ്ടം, ആഖിറ നഷ്ടം. ഇവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ട് വെക്കണ്ട, അതിനു മുമ്പേ തീയാണ്. ആ പരിസരത്ത് കിടക്കുന്നവർക്ക് അതിന്റെ ശിക്ഷ ഉണ്ടാകും. അതീതുണ്ട്, അങ്ങോട്ടൊന്നും കയറാൻ സമയമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ബാറിൽ കിടന്ന് ചാവുന്നത്, വഴിയോരങ്ങൾ കിടന്ന് ചാവുന്നത്, കഞ്ചാവ് കഴിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ചത്ത് കിടക്കുന്നത് ഞാനും നിങ്ങൾക്കും കാണാൻ ഇഷ്ടമുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ മകളുടെ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവേ അവന്റെ മുഖം ചിരിച്ചു കിടക്കണം. അതല്ലാതെ പല്ല് കറുത്തിട്ട്, പല്ല് പായൽ പിടിച്ചതുപോലെ പല്ല് മഞ്ഞിച്ച് ചുണ്ടൊക്കെ ഒരുമാതിരി കറുത്ത് ഇരുണ്ട് ആ ഒരു പേക്കോലത്തിൽ എൻ്റെ മകന്റെ മയ്യത്ത് കാണേണ്ട ദുർഗതി എനിക്കുണ്ടാകല്ലേ അള്ളാഹ് എന്ന് ദുആ ചെയ്യണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്ന് ഇഷ്ടം പോലെ യഥേഷ്ടം മദ്യം കിട്ടും, കഞ്ചാവ് കിട്ടും. ആ കഞ്ചാവ് അധികരിക്കുന്ന കാലത്ത് ഓർത്തോ, അന്ന് ഭൂകമ്പവും ഭൂമികുലുക്കവും വെള്ളപ്പൊക്കവും ഉണ്ടാവും. നബിയുനാ റസൂലുള്ളാഹി കൊടുങ്കാറ്റുണ്ടാവും. ഹദീസ് ഓതിട്ടാ പറയുന്നത്, ശരിയല്ലേ? പെട്ടിക്കടയിൽ ഇപ്പൊ മദ്യം കിട്ടും. പെട്ടിക്കടയിൽ കിട്ടും. കുട്ടികള്, മുസ്ലിം കുട്ടികള്. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കൗമിന്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ചല്ലേ, അള്ളാഹ് നിരോധിച്ചല്ലേ. എന്തിനു കുടിക്കണം? നിന്റെ കുട്ടികൾ കുടിച്ചാൽ നമുക്ക് വാപ്പ ആരും ഉമ്മാരെന്നറിയോ? 12 വയസ്സായ കുട്ടി മദ്യം കഞ്ചാവ് കഴിച്ചിട്ട് ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഒരു ജില്ലയിൽ, പേര് പറയുന്നില്ല, ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഗർഭിണിയായി ഉമ്മ ഗർഭിണിയായി. പത്രത്തിൽ വന്നതാണ്. ഞാൻ ആ മഹലിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തു. അത് യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കി അവസാനം കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി. മകനാണ് ഇത് ചെന്നപ്പോൾ ഉമ്മ ആത്മഹത്യക്ക് പോയി. പിന്നെ ആരൊക്കെയോ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചു. അവൻ അഡിക്റ്റായി പോയി. എന്തിന് അഡിക്റ്റായി പോയി? ഈ കഞ്ചാവിന് അഡിക്റ്റായി പോയി. 12 വയസ്സ്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ പോകുന്ന കുട്ടി അധ്യാപികയെ ലവ് ചെയ്യുന്നു. അധ്യാപികയെ 16 വയസ്സുകാരൻ, 18 വയസ്സുകാരൻ, 17 വയസ്സുകാരൻ, 16 വയസ്സുകാരനായ കുട്ടിയും 37 വയസ്സുകാരിയായ അധ്യാപികയായ സഹോദരിയും പത്രത്തിൽ വായിച്ചില്ലേ? ഈ അടുത്ത സമയത്ത് വായിച്ചില്ലേ? എവിടെ ആയിക്കോട്ടെ, ചെന്നൈയിൽ പോയിക്കോട്ടെ, കേരളത്തിൽ നല്ലേ പോയത്, സംഭവിച്ചിട്ടില്ലേ? അല്ലേ ഹബീബേ? നിങ്ങളോട് പറയണം. ഞാൻ മാത്രം പറഞ്ഞ ആവശ്യമില്ലാത്ത അയാൾ പറയുന്നെന്ന് പറയും. നിങ്ങളോട് പറഞ്ഞ എനിക്കൊരു ഉറപ്പായി. ഞാനാണ് മുൻഗണനയ്ക്ക് 2 സൈഡ് ഇരുത്തിയേക്കുന്നത്, റക്കീബ് എത്തിയത്. നിങ്ങൾ പറയണ്ടേ? അല്ല, ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഓക്കെ, ഒന്ന് തലയാട്ടണം, അല്ലേ? തലയാട്ടണം. പത്രം വായിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയണം. നമ്മൾ മനസ്സിലാക്കണത് 2 കേസാണ് വന്നത് കേരളത്തിൽ നിന്ന്. 16 വയസ്സ് 38 വയസ്സ്. എന്ത് യോജിപ്പ് അതിനകത്തുള്ളത്? അല്ലേ? ആനയുടെ പുറത്ത് അണ്ണാൻ കയറിയത് പോലെ ഇരിക്കും. എന്താ ഈ സംഭവം? ഇതുകൊണ്ട് എന്തപ്പാ ഫായിദയുള്ള? അല്ല, ചിന്തിച്ച്. അധ്യാപിക പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപികയാണല്ലോ. ഈ അധ്യാപികയായിട്ട് എന്ത് ബന്ധാ കുട്ടിക്ക്? എന്താ ബന്ധം? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ നബിയുനാ റസൂൽ എല്ലാം മറ്റേത് സാധനം കയറി അങ്ങോട്ട് കിറങ്ങിക്കഴിഞ്ഞാൽ വാപ്പ ആര്, ഉമ്മ ആര്, ഗുരുനാഥനാര്, ഗുരുനാഥയാര്, അധ്യാപകനാര് പോയി, എല്ലാം തകർന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ഒന്ന് ബിശുർബിഹിം അൽ ഖംറ, അത് അധികരിക്കൽ. വേറെ ഹദീസ് കേട്ടോ, വേറെ ഹദീസ് പറഞ്ഞുതരാം. ഒരു ഹദീസ് വരുമ്പോൾ അടുത്ത ഹദീസ് ഓർമ്മ വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കടക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അനസ് റളിയല്ലാഹു തആല അൻഹും സഹാബാക്കളും ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാ, യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനി സൽസലാ, ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണം എന്തേ?
ഭൂമി കുലുക്കമുണ്ടാകാനുള്ള കാരണമെന്തേ? വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള കാരണമെന്തേ? മഹദി അവരുകളെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അനസ് റളിയല്ലാഹു അൻഹു ആയിഷ ബിയോട് ചോദിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി കേൾക്കണോ? അതാ കേട്ടോ, കോടതി എന്ന വിദ്യ. കാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇദസ്തബാഹു അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വളുരിബു ബിൽ മആസിഫി غار الله في سمائه فقال الله للأرض تزلزلي بهم فإن تابوا ونزعوا وإلا فأهدمها عليهم. ഭൂമി കുലുക്കമുണ്ടാകാനുള്ള കാരണം നല്ല പോലെ കേട്ടോ. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, 3 കാരണങ്ങളാണ് മഹദി അവർകൾ സഹാബാക്കളോട് പറഞ്ഞത്. ഒന്ന്, ഇദസ്തബാഹു അസ്സിനാ, വിവാഹേതര ബന്ധം അനുവദിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ. വന്നോ ഉറക്കപ്പറ വന്നെന്ന്. വന്നോ ബീവേ? ആയിഷ ബീബി ഇന്നലെയാണോ പറഞ്ഞത്? ഇന്നലെ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. എന്താ പറയാൻ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രീം കോടതി അനുമതി വിവാഹേതര ബന്ധം ഏത് വീട്ടിൽ ഇപ്പം പോയി ആർക്കും എന്തും ചെയ്യാം, ചോദിക്കാൻ പറ്റില്ല. ഇനി മുസ്ലിയാർ പിടിപ്പിച്ചു തങ്ങൾ പിടിപ്പിച്ചു എന്നും പറഞ്ഞ് പരാതിയായിട്ട് വരരുത്. സുപ്രീം കോടതിയാ പറഞ്ഞേക്കുന്നത്. എവിടെയും പോകാൻ സുപ്രീം കോടതിയാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞാപ്പ് കാര്യം മനസ്സിലാക്കിക്കോണം. എന്നെ മനസ്സിലായി. അയൽവക്കത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചോ. ആരെയൊക്കെ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് സൂക്ഷിച്ച് താമസിപ്പിച്ചോ. ഇനി താമസിപ്പിച്ച് എന്തെങ്കിലും കണ്ടാലും ഒന്നും കുറ്റമൊന്നും പറയാൻ പറ്റൂല. കാരണം എന്താ? ഹലാലായി പോയി. ആര് ഹലാലാക്കി? അള്ളാഹ് ഹലാലാക്കിയോ? റസൂലുള്ളാഹി ഹലാലാക്കിയോ? ഇല്ലല്ലോ. അള്ളാഹ് റസൂൽ ഹലാലാക്കിയത് നമുക്ക് ഹലാലാവുള്ളൂ. സുപ്രീം കോടതി ദീപക് മിശ്രയെ ഹലാലാക്കി നമുക്ക് ഹലാലാവില്ലല്ലോ. ഹലാലാവോ? എന്നാ പിന്നെ എന്തെല്ലാം ഹലാലാക്ക? അതാണ് ഹദീസ് നബി തങ്ങൾ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക്. ഇസ്തബാഹു അസ്സിനാ, വ്യഭിചാരം ഹലാലാവുന്ന ഒരു കാലം വന്നാൽ, വിവാഹേതര ബന്ധം അനുവദനീയമാകുന്ന ഒരു കാലം വന്നാൽ. വശുരിബത്തിൽ ഖുമൂർ, മദ്യം എന്നല്ല പറഞ്ഞു, മദ്യങ്ങൾ, ഇഷ്ടം പോലെ മദ്യം. പോകുന്ന വഴിക്ക് എത്ര ബാറ് ബീർ എന്ന് പറഞ്ഞ അറബിയിൽ എന്താ അർത്ഥം അറിയോ? കിണർ എന്നാണ് അർത്ഥം. കിണർ പോലെയല്ലേ സാധനം, ഇപ്പൊ ഇഷ്ടം പോലെ കുടിച്ചോളാൻ പറഞ്ഞേ. ബീർ കിണർ പോലെ, കുടിച്ചോ. ബാറ് ബീർ ഇഷ്ടം പോലെയാണ്, എവിടെ വേണമെങ്കിലും. കുട്ടികൾ ചെറിയ പെട്ടിക്കടൽ കിട്ടും. ചില ഇറങ്ങും പിന്നെ നമുക്ക് ചെറിയ ബിയർ കിട്ടുമോ? ബിയർ എന്താണ് ബിയർ? അതിൽ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ. എവിടെ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ? ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ കുടിച്ചിട്ട് എന്ത് കിട്ടാൻ? ആൽക്കഹോളുള്ള ബിയർ തന്നെയാണ്. അത് പേര് വെറുതെ പറയൽ ആൽക്കഹോൾ ഇല്ല എന്ന്. അത് മൊയ്ലിയാരെ കുടിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണത്. നമ്മളെ കൊണ്ടൊന്ന് കുടിപ്പിച്ചൊരു ഉസ്താദെ, നിങ്ങൾക്ക് ഗ്യാസിന്റെ അസുഖമല്ലേ, ഇത് കുടിച്ചു നോക്കെന്ന് പറയും. ഇശാ കഴിഞ്ഞിട്ട് ഉസ്താദ് കുടിച്ച് കിടന്നാൽ പിറ്റേ ദിവസം ജുമ്മ കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. ആരറിയാൻ സംഭവം? ആരറിയിക്കാൻ ഈ സംഭവം? അതുകൊണ്ട് കുടിപ്പിക്കുകയാണ്. ഉസ്താദ് കുടിച്ചോളാൻ പറയാം, ബിയർ കുഴപ്പമില്ലാതെ. കല്ലിൻ്റെ അസുഖത്തിന് നല്ല സ്റ്റോണിന് അത് ഗൾഫിൽ കിട്ടും. മൂസി എന്ന് പറഞ്ഞ സാധനം, ബിയർ ബാർലിയുടെ വെള്ളമാണ്. അതിനകത്ത് ആൽക്കഹോൾ ഇല്ല, നോൺ ആൽക്കഹോളിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് ചിലപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടും. 150 രൂപയ്ക്കാണ്. 150 രൂപ 125 റുപ്യൊക്കെ അതിനാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ കടകളിൽ നിന്ന് ബിയർ എന്ന് പറഞ്ഞ സാധനം വിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കണം, അത് ശ്രദ്ധിക്കണം. അത് ഹലാൽ ബിയറല്ല. 2-3 കുപ്പിയുടെ ഫോട്ടോ വന്നു, അതിലെഴുതിയിരിക്കുന്നു ഹലാൽ. ആ കുപ്പിക്കകത്ത് എഴുതിയിരിക്കുന്നു ഹലാൽ. ബിയറിന്റെ കുപ്പിയിൽ ഹലാൽ. എന്താ ഹബീബേ, ഇനി പെണ്ണുങ്ങളുടെ നെറ്റിൽ എഴുതി വെക്കോ ഹലാൽ. വന്നോളി ഹലാൽ. വാ യാ അല്ലാഹ്, ഹലാൽ. അല്ലെങ്കിൽ കാലം എല്ലാം ഹലാലിന്റെ കാലമല്ല, എല്ലാം ഹലാലാക്കല്ലേ. അപ്പൊ ബിയർ ഹലാൽ എന്ന് അതിനകത്ത് എഴുതിയിരിക്കുമ്പോ ഇനി പെണ്ണുങ്ങളുടെ നെഞ്ചിൽ എഴുതി വെക്കണം ഹലാൽ. ഹലാൽ ഞാനൊരു സൗദിയുടെ ഒരു അറബിയുടെ ഒരു ഇതിൽ ഞാൻ കേട്ടു, മീൻ ഖാലലക്കി സെക്സ് ഹറാം. ഒരു പെണ്ണ് പറയാണ് മീൻ ഖാലലക്കി സെക്സ് ഹറാം. മനസ്സിലാവുന്നുണ്ടോ? ഗൾഫിലായിരുന്നോ? ആരാ പറഞ്ഞത് സെക്സ് ഹറാമാണെന്ന്?
ഒടുക്കത്തെ ഹലാൽ അവളെ വലിച്ചു കീറേണ്ട സമയം കഴിഞ്ഞില്ലേ. അപ്പൊ ഈ ഹലാൽ എന്നുള്ള ഈ വാക്കൊക്കെ വെച്ചിട്ടായിരിക്കും ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇത്തിരി ഹലാലെന്ന് പറഞ്ഞ് തോണ്ടാൻ പോണത്. എനിക്ക് തോന്നുന്നതാണ് ഈ ഹലാലിന്റെ പത്തോയം വെച്ചിട്ടായിരിക്കും.